നമുക്കിന്ന് ചക്കക്കുരു മാങ്ങയും കൂടെ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയാലോ. ചക്കക്കുരു നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ കാന്താരി മുളകും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. 4 വിസിൽ വരുത്തണേ. ഇത് വേകുമ്പോഴത്തേനും നമുക്ക് മാങ്ങ അരിഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഇളക്കി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിൻ്റെ ചെറിയൊരു കൊഴുപ്പും കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരപ്പ് ശരിയാക്കണം. തേങ്ങ നല്ലപോലെ അരച്ചത് ഈ മാങ്ങയും കൂടെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഈ വെന്തിട്ടുണ്ട് അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒരു തരി ഉലുവാപ്പൊടിയും ഭംഗിക്ക് മുളക് പൊടിയും ഇട്ട് ഈ താളിപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് 2 ഉണക്ക മീൻ. ഈ ചോറ് മാത്രം മതി, ഒരു പറ ചോറിണം. എല്ലാവരും ഉണ്ടാക്കണേ.